إن الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കണമേ എന്ന് സ്വന്തത്തോടും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. അതർഹിക്കുന്നതിൻ്റെ ഗൗരവത്തിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അർഹമറാഹിമായ തമ്പുരാൻ അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ നല്ല ദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക ചരിത്രങ്ങളിൽ രണ്ടാമത്തെ യുദ്ധമായിട്ടുള്ള ഉഹുദ് യുദ്ധം നടക്കാനിരിക്കുന്ന സമയത്ത് ആ ഉഹുദ് യുദ്ധത്തിലേക്ക് പോകേണ്ട ആളുകളെ തെരഞ്ഞെടുക്കുന്ന സമയം പ്രവാചകന്റെ സവിധത്തിലേക്ക് ഒരാൾ കടന്നു വന്നു. പ്രവാചകനോട് അയാൾ ചോദിച്ചിട്ടുള്ളത്, ഈ യുദ്ധത്തിൽ ഞാൻ പങ്കെടുത്താൽ ഫഅൈന അന, ഞാൻ എവിടെയായിരിക്കും പ്രവാചകരെ, എനിക്ക് എന്ത് ലഭിക്കുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എൻ്റെ സമ്പത്ത് ഞാൻ ഉപയോഗിക്കാം, എൻ്റെ ആരോഗ്യം ഞാൻ ഉപയോഗിക്കാം, എൻ്റെ സമയം ഞാൻ ഉപയോഗിക്കാം, യുദ്ധത്തിന് വേണ്ടി എന്തും ഞാൻ ഉപയോഗിക്കാം, പക്ഷെ എനിക്ക് എന്തു ലഭിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉത്തരമാണ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത്. പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞത്, ഖാല ഫിൽ ജന്ന, സ്വർഗമുണ്ട് എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത്. സ്വർഗമുണ്ട് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പിന്നീടാകാമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇനിയും അവസരങ്ങളുണ്ടല്ലോ, ആ അവസരങ്ങളെ ഉപയോഗപ്പെടുത്താമെന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടില്ല. മറിച്ച് ആ ഒരു അവസരം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കിട്ടിയപ്പോൾ അദ്ദേഹം ചെയ്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും.
പ്രവാചകൻ്റെ അടുക്കലേക്ക് അദ്ദേഹം കടന്നു വരുന്നത് ഒരു കഷ്ണം കാരക്ക തൻ്റെ കയ്യിലുണ്ട്, മറ്റൊരു കഷ്ണം അദ്ദേഹത്തിൻ്റെ വായിൽ ചമച്ചുകൊണ്ടാണ് അത് കഴിച്ചുകൊണ്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. സ്വർഗമുണ്ട് എന്ന് അദ്ദേഹം കേട്ടപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഫഅൽഖാ തംറാത്തുൻ കുന്ന ഫീ യദിഹി സുമ്മ ഖാതല ഹത്താ ഖുതില. കയ്യിലുള്ള കാരക്ക ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞ് ആ യുദ്ധത്തിൽ മരണപ്പെടുന്നത് വരെ അദ്ദേഹം ഏർപ്പെടുകയാണ്. ഞാനീയൊരു ചരിത്രം ഈ ഖുതുബയുടെ ആരംഭത്തിൽ സൂചിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ധാരാളം അവസരങ്ങൾ ലഭിക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങളും. ആ അവസരങ്ങൾ നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ധാരാളം അവസരങ്ങളാണ്. സ്വഹാബത്തിൻ്റെ മുമ്പിൽ സ്വർഗത്തിന് വേണ്ടി ഒരവസരം ലഭിച്ചപ്പോൾ അവർ അതിനോട് കാണിച്ച സാമീപ്യം, അതിനോട് കാണിച്ച താല്പര്യം, അതെത്രത്തോളമുണ്ട് എന്നുള്ളത് ഈ ഒരു ചരിത്രം മാത്രം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സ്വർഗമുണ്ടെന്ന് കേട്ടപ്പോൾ പിന്നീടൊന്നും അദ്ദേഹം ആലോചിച്ചിട്ടില്ല. ആ സ്വർഗത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പരിശുദ്ധമായിട്ടുള്ള ഹജ്ജ് കർമ്മത്തിൻ്റെ ഹജ്ജിൻ്റെ മാസമായിട്ടുള്ള മാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സ്വർഗത്തിലേക്കെത്താനുള്ള വലിയ അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും ആ അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ് ആത്മാർത്ഥമായി കൊണ്ട് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നമ്മളെ ഈ മാസങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അതൊരു അലസമായി കൊണ്ട് തള്ളി നീക്കാനുള്ളതല്ല, മറിച്ച് സ്വഹാബത്ത് കാണിച്ച സാമീപ്യം പോലെ അത്തരം വിഷയങ്ങളോട് ഞാനും നിങ്ങളും സാമീപ്യങ്ങൾ കാണിക്കണമെന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഉലഹിയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. ഉലഹിയത്തെന്ന് പറഞ്ഞാൽ ഭാഷാപരമായി കൊണ്ടത് പറയുകയാണെങ്കിൽ പൂർവാഹന വേളയിൽ ബലി നൽകുന്നതിനാണ് ഉലഹിയത്ത് എന്ന് പറയുന്നത്. എന്നാൽ മതപരമായി കൊണ്ട് ഉലഹിയത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള സാമീപ്യം നേടാൻ വേണ്ടി പെരുന്നാൾ ദിനം ആട്, മാട്, ഒട്ടകം എന്നിവയിൽ നിന്ന് ബലിയറുക്കുന്നതിനാണ് എന്ത് പറയാം, മതപരമായി കൊണ്ട് ഉലഹിയത്ത് എന്ന് പറയുന്നത്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഉലഹിയത്ത് എന്നുള്ളത് നിർബന്ധമാണ്. 2 അഭിപ്രായങ്ങളാണ് അതിനുള്ളത്. ചില പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് നിർബന്ധമാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്, ചിലർ അത് നിർബന്ധമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ശരി, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ബലവത്തായിട്ടുള്ളൊരു സുന്നത്തായ കർമ്മമാണെന്ത് ഉലഹിയത്ത് എന്ന് പറയുന്നത്. കഴിവുണ്ടായിട്ടും ഒരാൾ അത് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ദീനിൽ വെറുക്കപ്പെട്ട സംഗതികളാണ്. നമ്മൾ അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ദീനിൽ വെറുക്കപ്പെട്ട സംഗതികളാണ്. നമ്മളോട് ചോദിക്കണം, ഇതിനുള്ള ഓരോ അവസരങ്ങളും തയ്യാറെടുപ്പുകളും നടത്തുമ്പോൾ എൻ്റെ ബാധ്യത അതിൽ ഞാൻ നിർവഹിച്ചോ എന്നുള്ളത് നമ്മളോട് ചോദിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഇതിൻ്റെ ഗൗരവങ്ങൾ, പ്രാധാന്യങ്ങൾ നമ്മളെ വിശദീകരിച്ചു തരുന്നുണ്ട്. നമ്മളെപ്പോഴും കേൾക്കുന്ന, നമുക്ക് മനഃപ്പാടമുള്ള സൂറത്ത് കൗസറിൻ്റെ അതിലെ ആയത്ത് നമുക്കൊക്കെ സുപരിതമാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞതെന്താ? ഫസ്വല്ലി ലിറബ്ബിക വനഹർ, ആകയാൽ നീ നിന്റെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക. ഖുർആൻ ആ ബലികർമ്മത്തെ, ഉലഹിയത്തിൻ്റെ പ്രാധാന്യത്തെ നമുക്ക് വിശദീകരിച്ചു തന്നു. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞത്, കുൽ നബിയെ പറയുക, ഇന്ന സ്വലാത്തി
വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. തീർച്ചയായും എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ബലികർമ്മവും എൻ്റെ ജീവിതവും എൻ്റെ മരണവും ലോകരക്ഷിതാവായ അല്ലാഹുവിനുള്ളതാകുന്നു. അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കേണ്ട, അല്ലാഹുവിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ബലവത്തായിട്ടുള്ള ഈ സുന്നത്തിനെ ഞാനും നിങ്ങളും എങ്ങനെയാണ് സമീപിച്ചിട്ടുള്ളത്? നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന, ആ നാളെ പരലോകത്ത് വമ്പിച്ച പുണ്യങ്ങൾ നമുക്ക് വാരിക്കൂട്ടാൻ സാധിക്കുന്ന ആ ഉലൂഹിയ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എത്ര ഗൗരവങ്ങൾ കാണിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ഒന്നുകൂടി അതിൻ്റെ ഗൗരവങ്ങൾ പറഞ്ഞല്ലോ. വൽ ബുദനു ജഅൽനാഹാ ലകും മിൻ ശആഇരില്ലാഹ്. ബലികർമ്മമാകട്ടെ നാം അല്ലാഹുവിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാക്കിയിരിക്കുന്നു. അല്ലാഹുവിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ് ബലികർമ്മമെന്നുള്ളത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലക്കും ഫീഹാ ഖൈർ, അതിൽ നിങ്ങൾക്ക് ധാരാളം ഗുണമുണ്ട്, ഒരുപാട് ഖൈറുകളുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്ര വലിയ പുണ്യങ്ങൾ നേടിത്തരുന്ന, ഇത്ര വലിയ പ്രാധാന്യങ്ങളുള്ള, ഇത്ര വലിയ ശ്രേഷ്ഠതകളുള്ള ഈ ബലികർമ്മത്തിൽ നമ്മൾ പങ്കാളികളായിട്ടുണ്ടോ? ഞാൻ എന്നോടും നിങ്ങളോടും ചോദിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരുക്കങ്ങളും അതിൻ്റെ ഷെയറുകളൊക്കെ വാങ്ങിക്കൂട്ടുന്നൊരു സമയത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്, അല്ലേ? നോക്കൂ നിങ്ങൾ, നാളെ പരലോകത്ത് നമ്മുടെ കർമ്മങ്ങൾ തൂക്കുമ്പോൾ, അല്ലേ, വലിയ തുലാസിൽ കനം തൂങ്ങുന്ന, ഒന്നാക്കിക്കൊണ്ട് മാറ്റാൻ കഴിയുന്ന ഇത്തരം കർമ്മങ്ങളിലേക്ക് നമ്മൾ, അല്ലേ, സ്വഹാബത്തൊക്കെ ആ സ്വർഗത്തിന് വേണ്ടി മത്സരിച്ചതുപോലെ, ധൃതി കാണിച്ചതുപോലെ ഈ നന്മകളിൽ നമ്മളൊക്കെ എന്താക്കണം? ധൃതി കാണിക്കേണ്ട സമയമാണ് എന്നുള്ളതാണ്. എന്നാൽ ചില നാടുകളിലൊക്കെ ജനങ്ങൾ ദൈവങ്ങളായിക്കൊണ്ട് കാണുന്നവരെ തൃപ്തിപ്പെടാൻ വേണ്ടി ബലിയർപ്പിക്കുന്നത് പോലെ ബലിയർപ്പിക്കേണ്ട ഒന്നല്ല ഇസ്ലാമിക ബലികർമ്മങ്ങൾ, ഉലൂഹിയ്യത്ത് എന്ന് പറയുന്നത്. മറിച്ച് കേവലം ഒരു മൃഗത്തെ നമ്മൾ ബലിയർക്കുന്നുണ്ട് എങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാകുന്ന ഭക്തി, അതാണ് അതിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള വശമെന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ നീയത്ത്, അല്ലേ, ആ ബലികർമ്മം മുഖേന ഒരു മനുഷ്യനുണ്ടാകേണ്ടത് എന്താണ്? അവൻ അതിലൂടെ നേടിയെടുക്കുന്നത് എന്താണ്? അവൻ്റെ ത്യാഗത്തിൻ്റെ മനസ്ഥിതിയാണ്. ഒരു ത്യാഗം, എന്ത് ചെയ്യാനുമുള്ള ത്യാഗത്തിനുള്ള, അല്ലേ, ഒരു മനസ്ഥിതിയാണ് അതിലൂടെ അവൻ നേടിയെടുക്കുന്നത്. അതുപോലെ തന്നെ അവൻ്റെ ജീവിതത്തിലുള്ള ഭയഭക്തിയാണ് അതിലൂടെ അവൻ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ആ മൃഗത്തെ അറക്കുമ്പോൾ ഉണ്ടാകുന്ന രക്തമോ മാംസമോ അങ്ങനെയുള്ള ഒന്നും തന്നെ റബ്ബിലേക്ക് ഒരിക്കലും തന്നെ എത്തുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് പറഞ്ഞു നോക്കൂ നിങ്ങൾ. സൂറത്ത് ഹജ്ജിൽ നമുക്ക് കാണാൻ സാധിക്കും 37-ാമത്തെ വചനത്തിൽ ഖുർആൻ അവിടെ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: ലൻ യനാലുല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. ആ മൃഗത്തിൽ നിന്നുള്ള രക്തമാകട്ടെ, അതിൽ നിന്നുള്ള മാംസമാകട്ടെ, ഒന്നും തന്നെ റബ്ബിലേക്ക് എത്തുകയില്ല. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. ആ ഉദഹിയത്തിൽ നിങ്ങൾ എത്ര അല്ലാഹുവിനെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന്, ധർമ്മബോധം എത്ര ഉണ്ടായിട്ടുണ്ട്, സൂക്ഷ്മതകൾ എത്ര കൈവരിച്ചിട്ടുണ്ട്, അല്ലേ, എന്നുള്ളത് മാത്രമാണ് റബ്ബിലേക്ക് എത്തുന്നതെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തന്നു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അബ്ദുറഹിമാൻ ഇബ്നു നാസിർ സഅദി പറഞ്ഞിട്ടുള്ളത്, മാംസങ്ങളോ രക്തങ്ങളോ ഒന്നും തന്നെ റബ്ബിലേക്ക് എത്തുകയില്ല. മറിച്ച് റബ്ബിലേക്ക് എത്തുന്നത് അതിലുള്ള ഇഖ്ലാസാണ് എത്തുന്നത്, അതിലുള്ള പ്രതിഫലേച്ഛയാണ് എത്തുന്നത്, അതിൽ നമ്മൾ എടുത്തിട്ടുള്ള നല്ല നീയത്തുകൾ മാത്രമാണ് എത്തുന്നത്.
നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു പരസ്യമായി കൊണ്ട് നമ്മൾ ചെയ്യുന്ന അല്ലേ ഒരു കർമ്മമാണ് ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതൊരു വാശിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു മത്സരത്തിന് വേണ്ടി ഇന്ന സംഘടന ഇത്ര ഇറക്കുന്നത്, ഇന്ന പള്ളി ഇത്ര എടുക്കുന്നത്, അതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ കറക്കണം എന്ന ഒരു നിയ്യത്തിനോ എന്നൊരു താല്പര്യത്തിനോ വേണ്ടിയിട്ടല്ല. ഞാനൊരു സമ്പത്തുള്ള ആളാണല്ലോ എങ്കിൽ ഞാൻ എങ്ങനെ അറക്കാതിരിക്കും എന്ന് വിചാരിച്ചിട്ടല്ല. മഹലിലുള്ള കമ്മിറ്റിയിലുള്ള ആളുകൾ എന്നോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നു ഷെയറുകൾ അല്ലേ, ഞാൻ എങ്ങനെ കൊടുക്കാതിരിക്കുമെന്നുള്ളത് ചിന്തിച്ചുകൊണ്ടല്ല സഹോദരന്മാർ. ഇതൊന്നുമല്ല ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. മറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ അല്ലേ നല്ലൊരു നിയ്യത്ത് അതിനുണ്ടാവുക എന്നുള്ളതാണ്. അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലേച്ഛയോടുകൂടി അത് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അതിൽ നമ്മൾ നല്ല ഇഖ്ലാസോടുകൂടി നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അങ്ങനെയാകുമ്പോൾ മാത്രമാണ് എന്താണോ അതിന് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ള പ്രതിഫലം അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇനി ഇതൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കേട്ടിട്ടും സഹോദരന്മാരെ നമ്മുടെ സമ്പത്തിൽ നിന്ന് അല്ലേ ഒന്ന് എടുത്തു കൊടുക്കാൻ നമുക്ക് അല്ലേ മനസ്സ് കാണിക്കാൻ കഴിയുന്നില്ല എങ്കിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ശക്തമായ ഭാഷയിലാണ് സംസാരിച്ചിട്ടുള്ളത്. ശക്തമായ താക്കീതുകളാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. ഗൗരവപ്പെട്ട വാചകങ്ങൾ, പ്രവാചകന്റെ വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്കൂ നിങ്ങൾ, മൻ കാന ലഹു സഅതുൻ വലൻ യുളഹി ഫലാ യഖറബന്ന മുസല്ലാനാ. ഒരാൾക്ക് ഉളുഹിയ്യത്തിനുള്ള എല്ലാ സൗകര്യങ്ങളുണ്ടായിട്ടും അല്ലാഹുവിൻ്റെ അനുഗ്രഹീതമായിട്ടുള്ള സമ്പത്ത് അയാൾക്കുണ്ടായിട്ടും ആ സമ്പത്ത് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ അയാൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ, ബലിയറുക്കുന്നില്ല എങ്കിൽ, ഒന്നിനെ അറുക്കാൻ പറ്റിയവർ ഒന്നു തന്നെയാണ് അറുക്കേണ്ടത്. ആൾക്കാരൊക്കെ എന്താ വെച്ചാൽ എളുപ്പമുള്ള മാർഗത്തിലേക്കാണ് ആളുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. എളുപ്പം എന്താണോ അതാണ് നോക്കിക്കൊണ്ടിരിക്കുക. ഒന്നറുക്കാൻ പറ്റുന്ന ആൾക്കാർ ഒന്ന് തന്നെയാണ് അറുക്കേണ്ടത്. ശരി, ഒന്നറക്കാൻ കഴിവുണ്ടായിട്ടും അല്ലേ നമ്മൾ ഷെയർ കൂടുകയാണെങ്കിൽ അല്ലേ അള്ളാഹുവിനോടുള്ള ബാധ്യത തീരൂല. അള്ളാഹുവിനോടുള്ള ബാധ്യത തീരൂല. ഒന്നറക്കാൻ പറ്റാത്ത ആളുകൾക്കാണ് അതിൻ്റെ ഷെയർ, 7 ആളുകൾ വരെയുള്ള ഷെയർ വെച്ചിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ഇതിനൊക്കെ കഴിവുണ്ടായിട്ടും സാധിച്ചിട്ടും ഒരാളത് ചെയ്യുന്നില്ല എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരോട് പറഞ്ഞെന്താ? പെരുന്നാൾ ദിനം അവൻ മുസല്ലയിലേക്ക് അടുക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, എത്ര ഗൗരവത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. പെരുന്നാളിൻ്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർത്തവകാരികളോട് അല്ലേ നിങ്ങൾ പെരുന്നാൾ നമസ്കാരം ഈദ് മുസല്ലയിലേക്ക് വരണമെന്ന് നമ്മളോട് കൽപ്പിച്ചു. നോക്കൂ നിങ്ങൾ, ഈദ്ഗാഹിലേക്ക് വരണമെന്ന് ആരോട് പറഞ്ഞു? ആർത്തവകാരികളോട് പോലും പറഞ്ഞു. തട്ടമില്ലാത്തവരോട് മറ്റുള്ള ആളുകളിൽ നിന്ന് കടം വാങ്ങിക്കൊണ്ടെങ്കിലും തട്ടമിട്ടുകൊണ്ട് നിങ്ങൾ കടന്നു വരണമെന്ന് പ്രവാചകന്റെ കൽപ്പനകളുണ്ട്. നോക്കൂ നിങ്ങൾ, അത്ര ഗൗരവത്തിൽ പഠിപ്പിച്ചു. എന്നാൽ പ്രവാചകൻ അടുക്കരുത് എന്ന് പറഞ്ഞത് ആരോടാ? നോക്കൂ നിങ്ങൾ, കഴിവുണ്ടായിട്ടും അല്ലേ ഉളുഹിയ്യത്ത് അറുക്കാൻ കഴിവുണ്ടായിട്ടും നോക്കൂ നിങ്ങൾ അത് ചെയ്യാത്ത ആളുകളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എത്ര ഗൗരവമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ദീനിൽ വെറുക്കപ്പെട്ട സംഗതിയാണ് കഴിവുണ്ടായിട്ടും അതിൽ നമ്മൾ മാറി നിൽക്കുക എന്നുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും കുടുംബത്തിൻ്റെയും ചരിത്രങ്ങൾ അയവിറക്കി പെരുന്നാൾ ആഘോഷിക്കാൻ പോലും അർഹതയില്ലാത്തവരായിക്കൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ടോ? നമ്മളോട് ചോദിക്കണം സഹോദരന്മാരെ. എത്ര ഷെയർ? ഒരു 10,000 രൂപയാണ് ഷെയർ. അതിനാണോ നമ്മൾ ഇത്ര വലിയ പ്രയാസങ്ങളും കനങ്ങളും പറയുന്നത്? നമ്മൾ ഇത്ര ആലോചിച്ചാൽ മതി. ജീവിതത്തിൽ എന്തെങ്കിലും അല്ലേ ഒരു സമ്പത്ത് മാറ്റിവെക്കണമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങളും. ഇല്ലേ, എവിടെയെങ്കിലുമൊക്കെ ഒരു ഡെപ്പോസിറ്റ് നമ്മളൊക്കെ മാറ്റിവെക്കൂലേ? ഏതെങ്കിലും ഒരു കുറിയിൽ നമ്മളൊക്കെ കൂടൂലേ? ഇല്ലേ, അതിന് നമ്മൾ എത്ര കൊടുക്കുന്നു? 5,000, 7,000, 10,000 നമ്മൾ മാസത്തിൽ മാറ്റിവെക്കുന്നുണ്ട്. ഇല്ലേ? എന്നാൽ റബ്ബിന് വേണ്ടി അല്ലേ ഈ ഇത്തരം വലിയ പുണ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഈ ഉളുഹിയ്യത്തിന് വേണ്ടിയിട്ട്
അല്ലേ നമ്മുടെ സമ്പത്തിൽ നിന്ന് ഒന്ന് മാറ്റിവെക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുള്ളത് കടം വാങ്ങിയിട്ടെങ്കിലും നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ കടം വാങ്ങിയിട്ടെങ്കിലും നിങ്ങൾ ആ ഉളുഹിയ്യത്തിൽ പങ്കുചേരണമെന്നുള്ളതാണ് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. എന്തുകൊണ്ട്? അത്രയും വലിയ പ്രാധാന്യങ്ങൾ അതിൻ്റെ മഹത്വങ്ങൾ വിളിച്ചോതുന്നത് കൊണ്ടാണ് ഇതിനെ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. നോക്കൂ നിങ്ങൾ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അവാജിബത്തുൻ ഹിയ, ഇത് നിർബന്ധമാണോ എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം അതിന് ഉത്തരം കൊടുത്തിട്ടുള്ളത്, പ്രവാചകന് ശേഷം മുസ്ലിങ്ങളും ഉളുഹിയ്യത്ത് നിർവഹിച്ചിരുന്നു, അപ്രകാരം ആ സുന്നത്തിനെ തുടർന്നു കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അത്രയും ബലവത്തായിട്ടുള്ള സുന്നത്താണ് ബലികർമ്മമെന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഖാമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ മദീനതി 10 സിനീന യുളഹി, മദീനയിൽ 10 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചപ്പോൾ പ്രവാചകൻ ബലി അറുത്തു എന്നുള്ളതാണ്. ആരാണ് പ്രവാചകൻ? നോക്കൂ നിങ്ങൾ, ജീവിതത്തിൽ പട്ടിണികളും പ്രയാസങ്ങളും അനുഭവിച്ച പ്രവാചകന്റെ വീടുകളിൽ മാസങ്ങളോളം പുക പൊന്തിയിട്ടില്ല എന്നുള്ളതാണ്. അത്രയും ദാരിദ്ര്യമുള്ള പ്രവാചകൻ ഈ സുന്നത്തിൽ ഭാഗവാക്കായിട്ടുണ്ടെങ്കിൽ നോക്കൂ നിങ്ങൾ, ദാരിദ്ര്യത്തിലും പ്രയാസത്തിലും സ്വഹാബത്തും പ്രവാചകന്മാരും അത് നിർബന്ധമാണോ അല്ലെങ്കിൽ ഐച്ഛികമാണോ എന്നു ചിന്തിക്കാതെ പോലും ലോകത്തിൻ്റെ പ്രവാചകനും സ്വഹാബാക്കളും അതിൽ പങ്കുചേർന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം എന്താ, അതൊരു സുന്നത്തൊക്കെ തന്നെയല്ലേ, മാണ്ടിയിലൊക്കെ കൂടിയാൽ മതി അല്ലേ. ഇങ്ങനത്തെ ഒരു വൈമാനസ്യം അല്ലേ നമ്മൾ ഒരിക്കലും ഇത്തരം കാര്യങ്ങളോട് നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ അല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ യുസാരിഊന ഫിൽ ഖൈറാത്ത് അല്ലേ, നന്മകൾക്ക് വേണ്ടി ധൃതി കാണിക്കുക എന്ന് പറഞ്ഞതുപോലെ ഇത്തരം നന്മകൾക്കൊക്കെ മുന്നേറാൻ അല്ലേ, അത്തരം പുണ്യങ്ങൾ നേടാൻ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏതാനും ചില പോയിൻ്റുകളാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ തഖ്വ ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ തഖ്വയുടെ ഭാഗമായിക്കൊണ്ടും ഈയൊരു വിഷയത്തെ കണക്ട് ചെയ്തതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. സൂറത്ത് ഹജ്ജിൻ്റെ 32-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ദാലിക വമൻ യുഅല്ലിം ശആഇറല്ലാഹ്, അല്ലാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആരെങ്കിലും ആദരിക്കുകയാണ് എങ്കിൽ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയങ്ങളിലെ തഖ്വയിൽ നിന്നുണ്ടാകുന്നതത്രേ എന്നുള്ളതാണ്. അപ്പോൾ ഹൃദയങ്ങളിൽ തഖ്വയുള്ള, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളിൽ ഇത്തരം ആളുകൾ എന്താക്കും, ഇതിനൊക്കെ വലിയ പ്രാധാന്യവും അതിൻ്റെ ഗൗരവങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അത്തരം നന്മകളിൽ അവർ ചേരുമെന്നുള്ളതാണ്. ഇനി ഉളുഹിയ്യത്ത് അറക്കാൻ വേണ്ടി നിയ്യത്ത് വെച്ച ആളുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദുൽഹിജ്ജ 1 മുതൽ അറുക്കുന്നതുവരെ നഖമോ മുടിയോ അല്ലേ അവിടെ ശരീരത്തിൽ നിന്ന് നീക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു. പ്രവാചകൻ്റെ സുന്നത്താണ്. ആ സുന്നത്തിനെ നമ്മൾ എന്താക്കണം, അനുധാവനം ചെയ്യേണ്ടതുണ്ട്. സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മൾ ചിന്തിക്കേണ്ടത് നന്മകൾക്കുള്ള അവസരങ്ങൾ ഏത് സമയത്തും നമുക്കുണ്ടാകുമ്പോൾ പിന്നീടാകാമെന്ന് ചിന്തിക്കാതെ
ആ അവസരങ്ങളെ അപ്പോൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം എപ്പോഴാണ് മരണം നമ്മളിലേക്ക് വന്നെത്തുക എന്നുള്ളത് എനിക്കോ നിങ്ങൾക്കോ പറയാൻ സാധ്യമല്ല. പിന്നീടാകാമെന്ന് ചിന്തിച്ചാൽ പിന്നീടത് ചെയ്യാൻ നമ്മൾ ഉണ്ടാകുമെന്നതിന് എന്തുറപ്പാണ് നമുക്കുള്ളത്? നമുക്ക് നാളെ പരലോകത്തേക്ക് കൊണ്ടുപോകാനുള്ളത്, നമ്മുടെ ഖബറിലേക്ക് കൊണ്ടുപോകാനുള്ളത് ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളല്ലാതെ മറ്റെന്താണ് കൊണ്ടുപോകാനുള്ളത്? അതുകൊണ്ട് ഏതൊരു നന്മകളായിരുന്നാലും അതിനെ നിസ്സാരമായി കൊണ്ട് കാണാതെ അത് നാളെ പരലോകത്ത് നമ്മുടെ മുമ്പിൽ ഹാജരാക്കപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് ഇത്തരം നന്മകളിൽ നമ്മൾ മുന്നേറുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ പിന്തുടരുന്ന 3 കാര്യങ്ങൾ പഠിപ്പിച്ചു. അതിലൊന്ന് പ്രവാചകൻ പറഞ്ഞത് അഹ്ലുഹു, അവൻ്റെ ആളുകളാണ്. രണ്ടാമത്തത് വമാലുഹു, അവൻ്റെ ധനമാണ്. മൂന്നാമത്തത് വഅമലുഹു, അവൻ്റെ പ്രവർത്തനമാണ്. നോക്കൂ നിങ്ങൾ. എന്നിട്ട് പ്രവാചകന്റെ ഹദീസിൽ കാണാം യർജിഉ അഹ്ലുഹു, അതിൽ 2 കാര്യങ്ങൾ മടക്കപ്പെടും. വയബ്ഖാ വാഹിദ, ഒരു കാര്യം മാത്രം ബാക്കിയാവുകയും ചെയ്യും. വീട്ടിലേക്ക് ആ മയ്യത്തിൻ്റെ ഒരു നോട്ടം കാണാൻ വേണ്ടി കിതച്ചോടിക്കൊണ്ട് കടന്നു വന്ന നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും എല്ലാവരും നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകും. സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്തും നമ്മളിൽ നിന്ന് വിട പറയും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ദാ നാളെ നിങ്ങളുടെ ഖബറുകളിൽ നിങ്ങൾക്ക് അത്താണിയായി, നിങ്ങൾക്ക് കൂട്ടുകാരനായി രക്ഷകനായി കൊണ്ടുണ്ടാകുന്നതേ വയബ്ഖാ അമലുഹു, നിങ്ങളുടെ അമലുകൾ മാത്രമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഈ അമൽ നമുക്ക് വേണ്ടി ഇന്ന് ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ ഖബറിലേക്ക് എൻ്റെ മയ്യത്തെടുത്തു വെച്ചാൽ, എൻ്റെ ശരീരം എടുത്തു വെച്ചാൽ, സഹോദര സഹോദരി ആലോചിക്കുക, ജീവിതത്തിൽ നന്മയാണോ ജീവിതത്തിൽ തിന്മയാണോ ഏറ്റവും കൂടുതൽ ചെയ്തത്? ആ ഖബർ പ്രകാശപൂരിതമാകാൻ, ആ ഖബർ സ്വർഗത്തോപ്പാകാൻ, ആ ഖബറിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകപ്പെടാൻ എൻ്റെ കൈകളിലെന്തുണ്ട്, എൻ്റെ കൈകളിലെന്തുണ്ട് നമ്മളോട് ചോദിക്കണം. അത്തരം ചോദ്യത്തിൽ നിന്ന് ഇത്തരം നന്മകളോട് നമ്മൾ സമീപിക്കുകയാണ് എങ്കിൽ നമ്മൾ ഒരിക്കലും തന്നെ ഇത്തരം സുന്നത്തുകൾ നമ്മൾക്ക് ഒരിക്കലും എന്താക്കാനില്ല, പാഴാക്കാൻ ഒരിക്കലും കഴിയും. അതുകൊണ്ട് ഇത്തരം നന്മകളിലൊക്കെ ധൃതി കാണിച്ചുകൊണ്ട് മുന്നേറാൻ അത്തരത്തിലുള്ള സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു ഒട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഒരു കൂട്ടരെ സ്വർഗത്തിലേക്കും മറ്റൊരു കൂട്ടരെ നരകത്തിലേക്കും വേർതിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് വേർതിരിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രകൃതി ദുരിതങ്ങളിൽ നിന്നും അസഹീനമായിട്ടുള്ള പരീക്ഷണങ്ങളിൽ നിന്നും മാരകമായിട്ടുള്ള രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ധാരാളം രോഗികൾ പ്രാർത്ഥനകൾ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുടെ രോഗത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുടെ രോഗത്തെ സുഖപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുടെ വേദനകൾക്ക് ശമനം നൽകുമാറാകട്ടെ. പൂർണ്ണ ആരോഗ്യവും ദീർഘായുസ്സും അള്ളാഹു അവർക്കും നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് കർമ്മത്തിന് വേണ്ടി നമ്മുടെ നാടുകളിൽ നിന്ന്, വീടുകളിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് പലരും ഹജ്ജ് കർമ്മത്തിന് വേണ്ടി മക്കയിലേക്ക് പോയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഖ്ബൂലും മബ്റൂറുമായിട്ടുള്ള ഹജ്ജ് കർമ്മം ചെയ്യാനുള്ള ആരോഗ്യവും ദീർഘായുസ്സും ഈമാനികമായിട്ടുള്ള കരുത്തും നൽകി അള്ളാഹു വരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു പരിശുദ്ധമായ മക്കയിൽ പോയി ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള മഹാസൗഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി കൊണ്ടൊക്കെ നമ്മളിൽ പലരും പല രൂപത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളാണ്. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും ദൂരീകരിച്ചു തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും മാറ്റിത്തരുമാറാകട്ടെ. അള്ളാഹു സുഖവും സൗഖ്യവും നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഉ മിൻ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ
اللهم أجر والدينا من النار ربنا اصرف عنا عذاب جهنم إن عذابها كان غراما ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين والحمد لله اللهم صل على محمد. الله أكبر الله أكبر أشهد أن لا إله